കമ്മീഷൻ. മുതലിയാർ കമ്മീഷനെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും പറയാറുണ്ട്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുതലിയാർ കമ്മീഷനെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്തത്. 1952 സെപ്റ്റംബർ 23 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുതലിയാർ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇവർ ഓരോ ക്വസ്റ്റ്യനെയറുകളും സർവേ ഒക്കെ ഉപയോഗിച്ച് ആണ് എന്ത് ചെയ്തത്, ഓരോ കാര്യങ്ങളെയും വിലയിരുത്തിയത്. അപ്പോൾ ഈ വിലയിരുത്തലിൻ്റെ ബേസിൽ 1953 ഓഗസ്റ്റ് 29 മുതലിയാർ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ. 1952 സെപ്റ്റംബർ 23 മുതലിയാർ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ സെക്കൻഡറി എഡ്യൂക്കേഷനിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുതലിയാർ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷനിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ക്വസ്റ്റ്യനെയറുകളും ഇൻ്റർവ്യൂ ഷെഡ്യൂളുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുകയുണ്ടായി. അതിൻ്റെ ബേസിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങളെ ഉൾപ്പെടുത്തി 1953 ഓഗസ്റ്റ് 29 അതതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷൻസ് ഫീച്ചേഴ്സ് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഫസ്റ്റ് വൺ, അതെന്ത് ചെയ്തു, നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ എയിം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയുണ്ടായി. സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യത്തെ നിർവചിച്ചു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മീഷൻ ഇത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യുക, നല്ല പൗരന്മാരാക്കി ഉയർത്തിക്കൊണ്ടുവരിക, അവർക്കിടയിലുള്ള നേതൃത്വ പാടവത്തെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ വളർത്തിയെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. നമ്മുടെ സാംസ്കാരികമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കിടയിൽ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വൊക്കേഷണൽ ആയിട്ടുള്ള എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിനുള്ളത് എന്ന് മുതലിയാർ കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ എയിമിനെ അത് ഡിഫൈൻ ചെയ്തു. എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് സിറ്റിസൺസ് ആക്കി ഓരോ കുട്ടികളെയും വളർത്തുക, എക്കണോമിക്കും വൊക്കേഷണലും ആയിട്ടുള്ള എഫിഷ്യൻസി അവർക്കിടയിൽ വർദ്ധിപ്പിക്കുക, അവർക്കിടയിൽ നേതൃത്വ പാടവത്തെ വർദ്ധിപ്പിക്കുക, പിന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുവാൻ അവരെ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്ന് മുതലിയാർ കമ്മീഷൻ പറഞ്ഞു. പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് രണ്ടാമത്തത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 3 ലാംഗ്വേജ് ഫോർമുലയാണ് അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതായത് അവർ പറഞ്ഞത് ഇംഗ്ലീഷിന് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്ന് അത് സ്ട്രെസ് ചെയ്ത് പറയുകയുണ്ടായി. അപ്പം ഇംഗ്ലീഷ് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൻ്റെ പഠനത്തോടൊപ്പം ഹിന്ദിയും നമ്മൾ എന്ത് ചെയ്യണം, ഹിന്ദി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അപ്പം ഹിന്ദി ഇംഗ്ലീഷും പഠിക്കുന്നതിനോടൊപ്പം മദർ ടങ്ങും കൂടി പഠിക്കണം എന്ന്, അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് കൂടി പഠിക്കണമെന്ന് മുതലിയാർ കമ്മീഷൻ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഒരു പുതിയ പാറ്റേൺ കൊണ്ടുവന്നു, ന്യൂ പാറ്റേൺ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം നീണ്ടുപോകുന്ന ഒരു എലമെൻ്ററി എഡ്യൂക്കേഷൻ, അതിനുശേഷം 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മിഡിൽ സ്കൂൾ അല്ലെങ്കിൽ സീനിയർ ബേസിക് എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞിട്ട് 4 വർഷം നീണ്ടു നിൽക്കുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പിന്നെ ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ശേഷം 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി കോഴ്സ്. അങ്ങനെയാണ് അവർ പറഞ്ഞ ന്യൂ പാറ്റേൺ എന്ന് പറയുന്നത്. ആദ്യം ജൂനിയർ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വർഷം, പിന്നെ 3 വർഷം നീണ്ടു നിൽക്കുന്ന സീനിയർ എഡ്യൂക്കേഷൻ, അതിനുശേഷം
4 വർഷം നീണ്ടു നിൽക്കുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പിന്നെ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് കമ്മീഷൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ എഡ്യൂക്കേഷൻ ൻ്റെ ന്യൂ പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഫോർ ക്യാരക്ടർ. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നും കമ്മീഷൻ പറയുകയുണ്ടായി. അപ്പം എഡ്യൂക്കേഷൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ സ്വഭാവ രൂപീകരണം ആണ് എന്നാണ് കമ്മീഷൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കാനുള്ള ചുമതല ടീച്ചേഴ്സ് ഏറ്റെടുക്കണം എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കുട്ടികൾക്കിടയിൽ അവരുടെ ഇത്തരത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തോടുള്ള ദേശസ്നേഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി NCC, സ്കൗട്ട്, ഫസ്റ്റ് എയ്ഡ്, പിന്നെ JRC ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്കൂളുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുകയുണ്ടായി. പിന്നെ ഈ റിലീജിയസ് എഡ്യൂക്കേഷനോട് മുതലിയാർ കമ്മീഷൻ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം റിലീജിയസ് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്കൊരു ധാർമ്മികമായ മൂല്യങ്ങൾ അവരിലേക്ക് ഉണ്ടാകുകയും അവരുടെ വ്യക്തിത്വ വികസനത്തെ അത് സഹായിക്കും എന്നൊക്കെയാണ് മുതലിയാർ കമ്മീഷൻ പറഞ്ഞ കാര്യം. പിന്നെ മറ്റൊന്ന് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അതായത് ഇത്രയേ ഉള്ളൂ, മുതലിയാർ കമ്മീഷൻ പറഞ്ഞ കാര്യം എല്ലാ സ്കൂളുകളിലും എന്ത് ചെയ്യണം, ഗൈഡൻസിനും കൗൺസിലിങ്ങിനുമുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. കാരണം പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് കാണും. അപ്പം അവർക്ക് പ്രോപ്പറായിട്ട് ഇപ്പം വൊക്കേഷനിൽ ഭാവിയിൽ ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൗൺസിലിംഗ് കൊടുക്കുന്നതിനുള്ള ഫെസിലിറ്റി എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കണം എന്നാണ് മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയം. പിന്നെ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് മെത്തേഡ്. അതായത് ഓരോ ടീച്ചർക്കും അവരുടെ ക്വാളിഫിക്കേഷന് ആനുപാതികമായിട്ടുള്ള വേതനം പ്രൊവൈഡ് ചെയ്യണം, വേജ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സാലറി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരിക്കലും ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പ്രൈവറ്റ് ട്യൂഷനിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ അവർക്ക് പെൻഷൻസ്, പിന്നെ മെറ്റേണിറ്റി ലീവൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ലീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ കൂടാതെ ഇവർ പറഞ്ഞിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി മെത്തേഡാണ്. അതായത് നമ്മളൊരു കാര്യത്തിലൂടെ ഒരു കാര്യം ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്ങിനാണ് ഈ നമ്മുടെ മുതലിയാർ കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സാമിനേഷൻ രംഗത്തുള്ള പരിഷ്കരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കോഴ്സിൻ്റെ എൻഡിൽ ഒരൊറ്റ എക്സാം നടത്തുക മാത്രമേ ചെയ്യാവൂ എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മുടെ ഫൈനൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എക്സാമിനേഷൻസിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കണമെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും മുതലിയാർ കമ്മീഷൻ പറയുന്നുണ്ട്. പിന്നെ കരിക്കുലം ഓഫ് മിഡിൽ സ്കൂളിൻ്റെ കരിക്കുലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലാംഗ്വേജ്, സോഷ്യൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ആർട്ട്, മ്യൂസിക്, ക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരിക്കുലമാണ് മിഡിൽ സ്കൂൾ ലെവലിൽ വേണ്ടത് എന്നാണ് മുതലിയാർ കമ്മീഷൻ പറയുന്നത്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്. അതായത് ഹയർ സെക്കൻഡറി ലെവലിൽ ഒരുപാട് കോഴ്സസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ പഠിക്കുന്നത് പോലെ നമ്മുടെ സയൻസ്, ടെക്നിക്കൽ സബ്ജക്റ്റ്, കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ്, അഗ്രികൾച്ചർ, ഹോം സയൻസ്, ഫൈൻ ആർട്സ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കോഴ്സ് ഹയർ സെക്കൻഡറി ലെവലിൽ ഉണ്ടായിരിക്കണമെന്നും മുതലിയാർ കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പം മുതലിയാർ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്നത് നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ എയിമിനെ ഡിഫൈൻ ചെയ്യുകയുണ്ടായി. അതായത് കുട്ടികൾക്കിടയിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ വർദ്ധിപ്പിക്കുക, ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കുക, കൾച്ചറൽ ഹെറിറ്റേജിനെ സംരക്ഷിക്കാൻ അവരെ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ 3 ലാംഗ്വേജ് ഫോർമുല. അതായത് മദർ ടങ്ക്, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി. പിന്നെ ന്യൂ പാറ്റേൺ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഒരു പുതിയ പാറ്റേൺ കൊണ്ടുവന്നു. 5 വർഷം നീണ്ടു നിൽക്കുന്ന എലമെൻ്ററി എഡ്യൂക്കേഷൻ, അതിനുശേഷം
വർഷം നീണ്ടു നിൽക്കുന്ന ബേസിക് എഡ്യൂക്കേഷൻ, സീനിയർ ബേസിക് എഡ്യൂക്കേഷൻ, 4 വർഷം നീണ്ടു നിൽക്കുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതിനുശേഷം 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി എഡ്യൂക്കേഷൻ. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്, ഹയർ സെക്കൻഡറി ലെവലിൽ ഒരുപാട് കോഴ്സസ് വേണം എന്ന് പറയുന്നു. അതായത് ഹ്യൂമാനിറ്റീസ്, സയൻസ്, ടെക്നിക്കൽ സബ്ജക്റ്റ്, കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ്, അഗ്രികൾച്ചർ, ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഹയർ സെക്കൻഡറി ലെവലിൽ കൊണ്ടുവരണമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ സ്കൂൾ കരിക്കുലത്തിൽ ഇത്തരത്തിൽ വേരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് വേണമെന്നും അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ലാംഗ്വേജ്, സോഷ്യൽ സ്റ്റഡീസ്, ഇങ്ങനെയുള്ള വേരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് മിഡിൽ സ്കൂളിൽ വേണമെന്നും അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫോർ ക്യാരക്ടർ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നു. ഒരു കുട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിച്ചെടുക്കുന്നതിൽ ടീച്ചറിന് മെയിൻ ആയിട്ടുള്ള റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്കൂളിലെ NCC, NSS, JRC ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴി കുട്ടികൾക്കിടയിൽ രാഷ്ട്രസ്നേഹവും ദേശസ്നേഹവും ഒക്കെ വളർത്തുന്നതിന് കാരണമാകും, ദേശീയതയൊക്കെ വളരുന്നതിന് കാരണം ആകും എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ എക്സാമിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. എസ്സേ ടൈപ്പ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ എൻഡിൽ ഒരു എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ ഫൈനൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ്റെയും എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെയും ബേസിലായിരിക്കണമെന്നും കമ്മീഷൻ പറയുന്നു. പിന്നെ ഗൈഡൻസും കൗൺസിലിങ്ങും കൊടുക്കുന്നതിനുള്ള ഫെസിലിറ്റീസ്, കുട്ടികൾക്ക് ഗൈഡൻസും കൗൺസിലിങ്ങും ഫെസിലിറ്റീസ് കൊടുക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്കൂളുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെ ടീച്ചറിനെയും ടീച്ചർ മെത്തേഡിനെയും കുറിച്ച് പറയുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുമ്പം അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷന് ആനുപാതികമായിട്ടുള്ള സാലറി കൊടുക്കണം. അതുപോലെ തന്നെ മെറ്റേണിറ്റി റിലീഫ്, പിന്നെ പെൻഷൻ, അലവൻസസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നും പറയുന്നു. പിന്നെ കൂടാതെ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ടിവിറ്റി മെത്തേഡിനാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് മെത്തേഡ്, ഓരോ കാര്യങ്ങളെയും ചെയ്തു പഠിക്കുന്നതിനാണ് മുതലിയാർ കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മുതലിയാർ കമ്മീഷൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിന് കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട്. ഒന്ന് പറയുന്നത്, എല്ലാ കമ്മീഷൻസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ആവർത്തിച്ച് പറയുകയാണ് മുതലിയാർ കമ്മീഷൻ, പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ വിമൻസ് എഡ്യൂക്കേഷൻ അത് സ്ട്രെസ് ചെയ്തിട്ടില്ല എന്നുള്ളതും അതിൻ്റെ ഒരു വിമർശനമാണ്. പിന്നെ ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു ബർഡൻ, അവർക്കൊരു ഭാരമാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അങ്ങനെ 3 ക്രിറ്റിസിസം അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, വിമൻസ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നെ 3 ലാംഗ്വേജ് ഫോർമുല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബർഡനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി എല്ലാ കമ്മീഷൻസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ആവർത്തിക്കുകയാണ് മുതലിയാർ കമ്മീഷനും ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു.